ദക്ഷിണേന്ത്യൻ സിനിമയുടെ തലവര മാറ്റിവരച്ച ആർ.ബി. ചൗധരി വിസ്മയമായി അവശേഷിക്കുന്ന ഒരു ചലച്ചിത്ര ഇതിഹാസം. സിനിമ എന്നത് കേവലം ഗ്ലാമറിന്റെയും പണക്കൊഴുപ്പിന്റെയും ലോകം മാത്രമല്ല, അത് വലിയ റിസ്കുകളുടെയും തിരിച്ചടികളുടെയും കൂടി ഇടമാണ്. ഈ മായാലോകത്ത് വിജയിക്കണമെങ്കിൽ ഭാഗ്യം മാത്രം പോരാ, മറിച്ച് മനുഷ്യരെയും കലയെയും തിരിച്ചറിയാനുള്ള അസാമാന്യമായ ഒരു ഉൾക്കാഴ്ച കൂടി വേണം. അത്തരത്തിൽ ദക്ഷിണേന്ത്യൻ സിനിമയുടെ, പ്രത്യേകിച്ച് തമിഴ് ചലച്ചിത്ര വ്യവസായത്തിന്റെ വളർച്ചയിൽ നിശബ്ദനായിരുന്നു കൊണ്ട് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന വ്യക്തിത്വമാണ് ആർ.ബി. ചൗധരി. മലയാളിക്കും തമിഴനും ഒരുപോലെ പരിചിതനായ നടൻ ജീവയുടെ പിതാവ് എന്നതിലുപരി ഇന്ന് നമ്മൾ കാണുന്ന പല സൂപ്പർ താരങ്ങളുടെയും മുൻനിര സംവിധായകരുടെയും സിനിമയിലേക്കുള്ള വാതിൽ തുറന്നു നൽകിയ ഗോഡ്ഫാദർ കൂടിയാണ് അദ്ദേഹം. തമിഴ് സിനിമയുടെ ചരിത്രത്തെ ചൗധരിക്ക് മുൻപും ചൗധരിക്ക് ശേഷവും എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. രാജസ്ഥാനിലെ മണൽപ്പരിപ്പുകളിൽ വേരുകളുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച് തമിഴ് മണ്ണിൽ ചലച്ചിത്ര സാമ്രാജ്യം കെട്ടിപ്പടുത്ത രത്തൻലാൽ ഭഗത്റാം ചൗധരി എന്ന ആർ.ബി. ചൗധരിയുടെ ജീവിതം ഒരു സിനിമയേക്കാൾ നാടകീയമാണ്. സ്റ്റീൽ ബിസിനസ്സിലും സ്വർണ്ണ വ്യാപാരത്തിലുമായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. കയറ്റുമതി ബിസിനസ്സുകളുടെ വലിയ സാമ്പത്തിക അടിത്തറയുണ്ടായിരുന്നെങ്കിലും ചൗധരിയുടെ ഉള്ളിലെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശം അദ്ദേഹത്തെ മദ്രാസിലെ സിനിമാഗലികളിൽ എത്തിച്ചു. ഒരു സാധാരണ ബിസിനസ്സുകാരനായി ഒതുങ്ങിക്കൂടാതെ കലയെയും ബിസിനസ്സിനെയും എങ്ങനെ സമന്വയിപ്പിക്കാമെന്നതിന് അദ്ദേഹം മാതൃകയായി. സിനിമയെ ഒരു ഗാംബ്ലിംഗ് അഥവാ ചൂതാട്ടമായി കണ്ട അദ്ദേഹം ചൂതാട്ടത്തിലെ ഓരോ നീക്കവും കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ് നടത്തിയത്. തമിഴകത്താണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചതെങ്കിലും മലയാള സിനിമയുമായി അദ്ദേഹത്തിന് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. ഗുഡ് നൈറ്റ് മോഹൻ എന്നറിയപ്പെടുന്ന ആർ മോഹനുമായി ചേർന്ന് ആരംഭിച്ച സൂപ്പർ ഫിലിംസ് ഇന്റർനാഷണൽ എന്ന ബാനറിലൂടെയാണ് അദ്ദേഹം നിർമ്മാണ രംഗത്തേക്ക് ചുവടുവെക്കുന്നത്. എന്നാൽ പിൽക്കാലത്ത് ഇരുവരും വേർപിരിയുകയും ചൗധരി സ്വന്തമായി ഒരു വഴി കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെയാണ് തെന്നിന്ത്യൻ സിനിമയുടെ മുഖമുദ്രയായ സൂപ്പർ ഗുഡ് ഫിലിംസ് പിറവിയെടുക്കുന്നത്. ഗുഡ് നൈറ്റിലെ ഗുഡ് എന്ന വാക്കും തന്റെ പഴയ ബാനറിലെ സൂപ്പർ എന്ന വാക്കും കൂട്ടിച്ചേർത്ത് അദ്ദേഹം തന്റെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകി. ഒരു ബാനർ എന്നതിലുപരി പുതുമുഖങ്ങളുടെ താവളമായിരുന്നു ഈ നിർമ്മാണ കമ്പനി. ഒരു നവാഗത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം തന്റെ ആദ്യ ചിത്രം നിർമ്മിക്കാൻ ഒരാളെ കണ്ടെത്തുക എന്നത് ഹിമാലയൻ ദൗത്യമാണ്. എന്നാൽ ചൗധരിയുടെ പക്കൽ ഒരു കഥയുമായി എത്തുന്ന ആർക്കും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. ആ കഥയിൽ കാര്യമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ മാത്രം മതി. മലയാളത്തിലെ തുളസിദാസിനെ പോലുള്ള സംവിധായകർക്ക് തമിഴിൽ അവസരം നൽകിയത് ഇതിന് ഉദാഹരണമാണ്. സിൽക്ക് സ്മിതയെ പോലെ തെന്നിന്ത്യൻ സെൻസേഷനെയും പ്രിൻസ് എന്ന നവാഗതനെയും വെച്ച് ഒരു ചിത്രം നിർമ്മിക്കാൻ അദ്ദേഹം കാണിച്ച ധൈര്യം അക്കാലത്ത് പലരെയും അമ്പരിപ്പിച്ചിരുന്നു. സാമ്പത്തിക ലാഭത്തേക്കാൾ സിനിമ എന്ന കലയോടുള്ള സത്യസന്ധതയ്ക്കാണ് അദ്ദേഹം മുൻഗണന നൽകിയത്. ഒരു പടം പൂർത്തിയായിട്ടും വിതരണക്കാരെ ലഭിക്കാതെ പെട്ടിയിലിരിക്കുന്ന അവസ്ഥ പല നിർമ്മാതാക്കൾക്കുമുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ രക്ഷകനായി ചൗധരി എത്തും. സിനിമ നല്ലതാണെങ്കിൽ അതിന്റെ വിതരണം ഏറ്റെടുത്ത് ആ ചിത്രം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം യാതൊരു മടിയും കാണിച്ചിരുന്നില്ല. ലിസ്റ്റിൻ സ്റ്റീഫനെ പോലുള്ള ഇന്നത്തെ മുൻനിര നിർമ്മാതാക്കളുടെ വളർച്ചയിൽ ചൗധരി ചെലുത്തിയ സ്വാധീനം വിസ്മരിക്കാനാവില്ല. ഒരു ബിസിനസ് പങ്കാളി എന്നതിലുപരി ഒരു പിതാവിനെ പോലെയോ മൂത്ത സഹോദരനെ പോലെയോ ആണ് അദ്ദേഹം ലിസ്റ്റിനെ സഹായിച്ചിരുന്നത്. ലിസ്റ്റിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, താൻ ഇന്ന് കാണുന്ന നിലയിലെത്താൻ കാരണക്കാരനായ വ്യക്തിയാണ് ചൗധരി. ഉനക്ക് നാനിരിപ്പേൻ എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. പണം കടം നൽകുന്ന ഒരു ഫിനാൻസിയർ എന്നതിലുപരി തകർച്ചയുടെ വക്കിൽ നിൽക്കുന്നവരെ കൈപിടിച്ചുയർത്തുന്ന ഒരു താങ്ങായിരുന്നു അദ്ദേഹം. മലയാള സിനിമയിൽ അദ്ദേഹം നിർമ്മിച്ച ആദിപാപം, ലയനം, കൽപ്പന ഹൗസ്, കീർത്തിചക്ര തുടങ്ങിയ ചിത്രങ്ങൾ വൈവിധ്യമാർന്ന പ്രമേയങ്ങൾ കൊണ്ടാണ് ശ്രദ്ധിക്കപ്പെട്ടത്. തെന്നിന്ത്യയിലെ 4 ഭാഷകളിലും സജീവമായിരുന്നെങ്കിലും തമിഴ് സിനിമയുടെ വിപ്ലവകരമായ മാറ്റങ്ങൾക്കായിരുന്നു അദ്ദേഹം നിമിത്തമായത്. സൂപ്പർ സ്റ്റാർ വിജയുടെ കരിയറിൽ ആർ.ബി. ചൗധരി എന്ന നിർമ്മാതാവ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. വിജയുടെ കരിയറിലെ വഴിത്തിരിവായ പൂവെ ഉനക്കാകെ നിർമ്മിച്ചത് ചൗധരിയായിരുന്നു. പിന്നീട് തുള്ളാതെ മനവും തുള്ളും, തിരുപ്പാച്ചി, ജില്ല തുടങ്ങി ഒട്ടനവധി ഹിറ്റുകൾ ഈ കൂട്ടുകെട്ടിൽ പിറന്നു. തന്റെ 100ാമത്തെ ചിത്രം വിജയ്ക്കൊപ്പം ചെയ്യണമെന്നത് അദ്ദേഹത്തിന്റെ വലിയൊരു സ്വപ്നമായിരുന്നു. വിജയ് തമിഴ്നാടിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഉയരുന്നത് കാണാനും അദ്ദേഹം ഏറെ ആഗ്രഹിച്ചിരുന്നു. വിജയ് മാത്രമല്ല, ഇന്ന് തെന്നിന്ത്യ ഭരിക്കുന്ന സൂര്യ, ധനുഷ് തുടങ്ങിയ പല താരങ്ങളുടെയും ആദ്യകാല പരീക്ഷണ ചിത്രങ്ങൾക്ക് കരുത്തായി നിന്നത് സൂപ്പർ ഗുഡ് ഫിലിംസ് ആണ്. വിക്രമൻ, കെ.എസ്. രവികുമാർ, എൻ. ലിംഗുസ്വാമി തുടങ്ങിയ പ്രഗത്ഭരായ സംവിധായകരെ സിനിമയിലേക്ക് പരിചയപ്പെടുത്തിയതിന്റെ ക്രെഡിറ്റും ചൗധരിക്കുള്ളതാണ്. 4 ആൺമക്കളാണ് ആർ.ബി. ചൗധരിക്കുള്ളത്. മൂത്ത മകൻ സുരേഷ് നിർമ്മാണ രംഗത്ത് സജീവമാണ്. രണ്ടാമൻ ജീവൻ ബിസിനസ് കൈകാര്യം ചെയ്യുന്നു. മൂന്നാമൻ ജിതൻ രമേശും ഇളയ മകൻ ജീവയും നടന്മാരായി പേരെടുത്തു. പ്രത്യേകിച്ചും ജീവ തമിഴ് സിനിമയിലെ അനിഷേധ്യനായ നായകനായി വളരുന്നത് ചൗധരി എന്ന പിതാവിന്റെ വലിയ അഭിമാനമായിരുന്നു. മക്കളെ സിനിമാ ലോകത്തെത്തിക്കുമ്പോഴും അവർക്ക് സ്വതന്ത്രമായി വളരാനുള്ള ഇടം അദ്ദേഹം നൽകി. തന്റെ മകൻ ജീവയെ നായകനാക്കി നിർമ്മിച്ച ആസേ ആസേ എന്ന ചിത്രം തന്റെ കമ്പനിയുടെ സുവർണ ജൂബിലി ചിത്രമായാണ് അദ്ദേഹം അവതരിപ്പിച്ചത്.
മക്കളുടെ കരിയറിലെ ഓരോ വിജയവും അദ്ദേഹം ആഘോഷിച്ചിരുന്നു. അപകടങ്ങളും നഷ്ടങ്ങളും നിറഞ്ഞതാണ് സിനിമയെന്നത് അദ്ദേഹം എപ്പോഴും വിശ്വസിച്ചിരുന്നു. പക്ഷേ ആ റിസ്ക് എടുക്കുന്നതിലായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. കഴിവുള്ളവർ വളർന്നു വരണം. ആരെങ്കിലും ഒരാൾ മനസ്സ് വച്ചില്ലെങ്കിൽ ആരും അറിയപ്പെടാതെ അവർ പോകും. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏതൊരു നവാഗതനും ആവേശം നൽകുന്നതാണ്. പരാജയങ്ങളെ അദ്ദേഹം ഭയപ്പെട്ടിരുന്നില്ല. സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന മാസ് മസാല ചിത്രങ്ങൾ നിർമ്മിക്കുന്നതോടൊപ്പം തന്നെ സിനിമയിൽ പരീക്ഷണങ്ങൾ നടത്താനും അദ്ദേഹം മടി കാണിച്ചില്ല. മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ചിത്രം ഇൻ ഹരിഹർ നഗർ തമിഴിലെ MGR നഗറിൽ എന്ന പേരിൽ റീമേക്ക് ചെയ്തതും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമായിരുന്നു. തീർത്തും അപ്രതീക്ഷിതമായാണ് ഉദയ്പൂരിൽ വച്ചുണ്ടായ ഒരു വാഹനാപകടത്തിൽ ആ ഇതിഹാസം ഈ ലോകത്തോട് വിട പറഞ്ഞത്. തെന്നിന്ത്യൻ സിനിമയ്ക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നൽകാനുണ്ടായിരുന്ന ഘട്ടത്തിലായിരുന്നു ആ വിയോഗം. 7 തവണ തമിഴ്നാട് സർക്കാരിന്റെ മികച്ച ചിത്രത്തിനുള്ള അവാർഡും 3 തവണ ഫിലിംഫെയർ അവാർഡും അദ്ദേഹം നേടിയിട്ടുണ്ട്. എന്നാൽ അവാർഡുകളേക്കാൾ അദ്ദേഹം സമ്പാദിച്ചത് ചലച്ചിത്ര പ്രവർത്തകരുടെ സ്നേഹവും ബഹുമാനവുമാണ്. അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ പൊതുവെ താല്പര്യമില്ലായിരുന്ന അദ്ദേഹം പ്രവൃത്തിയിലൂടെയാണ് തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നത്. RB ചൗധരി എന്ന നിർമ്മാതാവ് വിട പറഞ്ഞെങ്കിലും അദ്ദേഹം കെട്ടിപ്പടുത്ത സൂപ്പർ ഗുഡ് ഫിലിംസ് എന്ന സാമ്രാജ്യം ഇന്നും നിലനിൽക്കുന്നു. തമിഴ് സിനിമയുടെ ഗതിമാറ്റിയ 100ഓളം ചിത്രങ്ങൾ, ഒട്ടനവധി നായകന്മാർ, എണ്ണമറ്റ സംവിധായകർ, ഇവരെല്ലാം ചൗധരി എന്ന മഹാമേരുവിന്റെ തണലിൽ വളർന്നവരാണ്. സിനിമയെ ഒരു ബിസിനസ്സായി മാത്രം കാണാതെ അതിലപ്പുറമുള്ള മാനസിക മൂല്യങ്ങൾക്കും ബന്ധങ്ങൾക്കും പ്രാധാന്യം നൽകിയ ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തെ എക്കാലവും അടയാളപ്പെടുത്തും. ഒരുപക്ഷെ തെന്നിന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ മറ്റൊരു നിർമ്മാതാവിനെ കണ്ടെത്തുക പ്രയാസമായിരിക്കും. അദ്ദേഹത്തിന്റെ വിയോഗം തമിഴ് സിനിമയ്ക്ക് ഒരു വലിയ ശൂന്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിലും അദ്ദേഹം തുറന്നുവിട്ട ആ ചലച്ചിത്ര വിപ്ലവം വരും തലമുറകൾക്കും വഴിവിളക്കായി തുടരുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.